വെൽക്കം ബാക്ക് ടു ബ്യൂട്ടി ലോഞ്ച്. അപ്പോൾ നമ്മളിന്ന് ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെറുതായിട്ടൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ടെറസിൻ്റെ മുകളിൽ തന്നെ ഇന്നാണ് വീഡിയോ എടുക്കാറ്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് മാറ്റി കുറച്ച് പച്ചപ്പും ഹരിതാപവും ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എപ്പോഴും ഒരേ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ബോറായി തുടങ്ങിയെന്ന് ആൾക്കാർ പറഞ്ഞു തുടങ്ങിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്തിരി അവിടെ ഇവിടെയൊക്കെ പച്ചപ്പും ഹരിതാപവും ഒക്കെ കൊടുത്തിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് വച്ചിരിക്കുന്നതല്ല, ഞാൻ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സ്കിൻ കെയർ ചാലഞ്ച് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് ഇടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ എടുക്കുന്നത് ഒരു സ്പൂണിൽ കട്ട തൈര് എടുക്കുന്നുണ്ട് കേട്ടോ. അതിനൊപ്പം തന്നെ ഒരു സ്പൂൺ തേനും കൂടെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ഇന്നത്തെ ഇൻഗ്രീഡിയൻറ്റ്. അതിനുശേഷം നമ്മളെടുത്തിരിക്കുന്ന ഈ രണ്ട് പ്രൊഡക്റ്റും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. രണ്ടും ഒരേ കൺസിസ്റ്റൻസിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നമ്മുടെ മേത്തൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ നോക്കാം. നമ്മുടെ ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് തൈരാണ്. ശരിക്കും പറഞ്ഞാൽ തൈര് നമ്മുടെ സ്കിന്നിന് പല രീതിയിൽ ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. കാരണം നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റൻ അപ്പ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നന്നായിട്ട് മോയ്സ്ചറൈസും ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസിൻ്റെ ഒക്കെ പ്രോബ്ലം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ഒന്ന് തൈര് കണ്ണിൻ്റെ അടിയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി. ശരിക്കും നല്ല റിസൾട്ട് കാണാൻ പറ്റും. നന്നായിട്ട് അത് ഒന്ന് റെഡ്യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്നിനൊരു ഈവൺ സ്കിൻ ടോൺ തരാനായിട്ട് നന്നായിട്ട് ഈ തൈര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ അത് നന്നായിട്ട് എൻ്റെ വിരൽ കൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് നേരം നമ്മുടെ ഫേസിൽ വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആവാറാകുമ്പോഴേക്കും അതൊന്ന് പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്ത് കളയണം. ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇങ്ങനത്തെ DIY വീഡിയോസൊക്കെ ഇടുന്നത് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ഒപ്പം തന്നെ അതിൻ്റെ പുറത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ടിൽ ദെൻ സ്റ്റേ പോസിറ്റീവ് ആൻഡ് ബി ഹാപ്പി.